ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ആഗസ്റ്റ് 1 ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള 15 നോമ്പിൻ്റെ 1-ാം ദിനം, പരിശുദ്ധ ശൂനോയോ നോമ്പ്. ഈ അനുഗ്രഹീത ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമായ ജീവിതവും വിശ്വാസവും സഹന ജീവിതവും ആത്മാവിനോടും ശരീരത്തോടും കൂടി സ്വർഗത്തിലേക്ക് ഉയർത്തിയ ദൈവമഹത്വവും പ്രകീർത്തിക്കപ്പെടുന്നു. ദൈവിക ഇഷ്ടം നിറവേറ്റി ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ച അമ്മയുടെ ജീവിതം മാതൃകയാക്കി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്കേവർക്കും കഴിയട്ടെ. അതിനായി അമ്മയുടെ ജീവിതത്തിലെ വിശുദ്ധിയുടെ 7 ഭാവങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, മറിയം അദൃശ്യയായിരുന്നു. പിറകിൽ നിൽപ്പാൻ ഇഷ്ടപ്പെട്ടവളാണ് അവൾ. ക്രിസ്തുവിന്റെ മുന്നിൽ കയറി ഓടാൻ ഒരിക്കൽ പോലും അവൾ തുനിഞ്ഞിരുന്നില്ല. ക്രിസ്തുവിനെ മറന്നും മറികടന്നും ഒന്നും അവൾ ചെയ്തില്ല. ക്രിസ്തുവിന് വേദിയൊരുക്കി അവൾ പിന്നിൽ നിന്നു. ഈ മനോഭാവമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. രണ്ടാമതായി, മറിയം എളിമയുള്ളവളായിരുന്നു. വാക്കിലും പ്രവൃത്തിയിലും എളിമ മുഖമുദ്രയാക്കിയവൾ. മറിയത്തിന്റെ വിശുദ്ധി വിനയത്തിൽ അധിഷ്ഠിതമാണ്. എളിമയില്ലാത്ത മനസ്സ് കാറ്റും കോളും നിറഞ്ഞാർത്തിരമ്പുന്ന കടൽ പോലെയാണ്. ജീവിതമാകുന്ന കടലിൽ അഹങ്കാരത്തിന്റെ തിരമാലകൾ ഉയർന്നാൽ വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എല്ലാം തകർത്തെറിയപ്പെടും. ജീവിതം സ്വസ്ഥതയുടെ അനുഭവമാക്കി മാറ്റാൻ എളിമ ജീവിതത്തിൽ സ്വായത്തമാക്കുക. മറിയം നിശബ്ദതയുടെ പ്രതീകമായിരുന്നു. നിശബ്ദതയിൽ വിരിയുന്ന പ്രാർത്ഥനകൾക്ക് ദൈവഹിതം വേഗം ഗ്രഹിക്കുവാനും തീരുമാനങ്ങൾ വേഗത്തിലെടുക്കാനും കഴിയും. സഭാപ്രസംഗി 5-ാം അധ്യായം 2-ാം വാക്യം. ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും, അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ. കാനായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന പ്രാർത്ഥനയാണ് മറിയാം മകന്റെ മുൻപിൽ ഉരുവിട്ടത്. മകന്റെ വാക്കിന്റെ പൊരുൾ ഗ്രഹിച്ചറിഞ്ഞ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയും പോലെ നിങ്ങൾ ചെയ്യുവിൻ. വിശുദ്ധ യോഹന്നാൻ 2-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അവളുടെ എല്ലാ ഇടപെടലുകളും നമ്മെ യേശുവിലേക്ക് നയിക്കുന്നതാണ്. ഇന്നും അമ്മ നമുക്ക് വേണ്ടി ഇടപെടുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നാം അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. നാലാമതായി, മറിയാം ഭാഗ്യവതിയായിരുന്നു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായം 48-ാം വാക്യം. മറിയാം ഭാഗ്യവതിയായത് ദൈവം അരുളി ചെയ്ത കാര്യം നിറവേറുമെന്ന് വിശ്വസിച്ചിരുന്നതിനാലാണ്. കനൽ വഴികളിലൂടെ സഞ്ചരിച്ച് പാപം നിറഞ്ഞ ഈ ലോകത്തെ വീണ്ടെടുക്കാൻ വന്ന ദൈവപുത്രനെ ഉദരത്തിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ച 2-ാം ഹവ്വയാണ് പരിശുദ്ധ അമ്മ. അമ്മയെപ്പോലെ ദൈവഹിതത്തിന് മുന്നിൽ മറുത്തു പറയാതെ സഹനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ മറിയമിന്റെ ഭാഗ്യാവസ്ഥയിൽ നമുക്കും എത്തിച്ചേരാം. 5-ാമതായി, മറിയം സദാ സന്നദ്ധയാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് 1:38. വിശുദ്ധ അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന വിശുദ്ധിയുടെ അടിസ്ഥാന കാരണവും ദൈവത്തിനായി തന്നെ വിട്ടുകൊടുക്കാനുള്ള സന്നദ്ധതയാണ്. ദൈവഹിതത്തോട് മറുത്തു പറയാതെ ഞാൻ സന്നദ്ധയാണ് എന്ന് പ്രതികരിക്കാനുള്ള ഒരു 14 വയസ്സുകാരിയുടെ മനോഭാവം ചെറുപ്പകാലം മുതൽ ദേവാലയ ബന്ധം കാത്തു സൂക്ഷിച്ചതിലൂടെ നേടിയെടുത്ത ദൈവീക വിശുദ്ധിയാണ്. വിശുദ്ധിയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അമ്മയുടെ ജീവിതം ഉദാത്തമായ മാതൃകയാണ്. 6-ാമതായി, മറിയം ലാളിത്യം നിറഞ്ഞവളാണ്. കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിന് ജന്മം നൽകിയ പരിശുദ്ധ അമ്മയുടെ ജീവിതം കാലിത്തൊഴുത്തുപോലെ ലളിതമായിരുന്നു. ജീവിതാന്ത്യം വരെ അമ്മയെ ലാളിത്യം കാത്തു സൂക്ഷിച്ചു. അവകാശവാദങ്ങൾ ഉന്നയിക്കാതെ, കുറ്റപ്പെടുത്തലുകളോ താരതമ്യങ്ങളോ പ്രകടിപ്പിക്കാതെ ഏത് ജീവിത സാഹചര്യങ്ങളോടും ചേർന്നു പോകുവാൻ ജീവിത ലാളിത്യമുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. പരിശുദ്ധയമ്മ ലാളിത്യത്തിന്റെ നിറകുടമായിരുന്നു. 7-ാമതായി, സഹനങ്ങളെ പുൽകിയ മാതാവ്. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കുമെന്ന് വൃദ്ധനായ ശീമോൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അമ്മയുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുകയായിരുന്നു. തൻ്റെ മകന്റെ കാൽവരി യാത്രയിലുടനീളം
തൻ്റെ മകൻ സഹിച്ച പീഡനങ്ങളും ഒടുവിൽ ക്രൂശിലെ മരണവും തൻ്റെ കൈകളിലേക്ക് മകന്റെ രക്തം പൊടിഞ്ഞ തിരുശരീരവും ഏറ്റുവാങ്ങേണ്ടി വന്ന അമ്മയുടെ സഹന ജീവിതത്തിന്റെ തീവ്രത ആർക്കു വർണ്ണിക്കാൻ പറ്റും? എന്നിട്ടും വിശുദ്ധിയുടെ പാരമ്യത്തിലേക്ക് ഉയരാൻ ആ അമ്മയ്ക്ക് സാധിച്ചത് ബാല്യം മുതൽ ആത്മശരീര മനസ്സുകളെ ഈ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ അമ്മ കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണ്. ഇത്തരത്തിൽ ഒരു വിശുദ്ധിയുടെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത്. നോഹയുടെ പെട്ടകം, സ്വർഗത്തിലേക്കുള്ള ഗോവണി, എരിയാത്ത മുൾച്ചെടി, രണ്ടാം ഹൗവ, ദൈവമാതാവ്, നിത്യകന്യക, രണ്ടാം സ്വർഗം, എത്രയെത്ര വിശേഷണങ്ങളാണ് പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയിരിക്കുന്നത്. ഈ വിശേഷണങ്ങൾക്കെല്ലാം പരിശുദ്ധ അമ്മ അർഹയാണ്. പ്രിയമുള്ളവരെ, ഈ അമ്മ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ്. കണ്ണീരിന്റെയും അപേക്ഷകളുടെയും മുന്നിൽ മറുപടി തരുന്ന അമ്മയാണ്. കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ സൃഷ്ടിക്കുന്നത് അനുഗ്രഹത്തിന്റെ നിലയ്ക്കാത്ത പ്രളയമാണെന്ന് തിരിച്ചറിയുക. ആ അമ്മയ്ക്ക് മുന്നിൽ വിനയത്തോടെ, വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ ജീവിക്കുവാൻ, സഹനത്തിന്റെ തീച്ചൂളയിലൂടെ സഞ്ചരിക്കുമ്പോഴും എൻ്റെ തമ്പുരാനെ പെറ്റ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് കൂട്ടിനുണ്ടാകുമെന്ന് പ്രത്യാശിക്കുവാനും, ദൈവഹിതത്തിന് അമ്മയെപ്പോലെ സമർപ്പിച്ച് ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ഈ പരിശുദ്ധ നോമ്പിലൂടെ ഇടയായി തീരട്ടെ. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തിയ കർത്താവ് അമ്മയുടെ ഇടപെടലിലൂടെ നമുക്കും അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.